അധ്യായം 48. സൂറത്തുൽ ഫത്ഹ്. മദീനയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 29. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. നബിയെ, തീർച്ചയായും താങ്കൾക്ക് നാം സ്പഷ്ടമായൊരു വിജയം കൈവരുത്തി തന്നിരിക്കുന്നു. ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമാ വയൻസുറക അല്ലാഹു നസ്റൻ അസീസാ. താങ്കളുടെ തെറ്റുകളിൽ നിന്ന് മുമ്പ് കഴിഞ്ഞതും പിന്നീടുണ്ടാകുന്നതും അല്ലാഹു താങ്കൾക്ക് പുറത്തു തരാനും തന്റെ അനുഗ്രഹം താങ്കൾക്കവൻ പൂർത്തിയാക്കാനും നേർമാർഗത്തിൽ താങ്കളെ നയിക്കാനും അന്തസ്സാർന്ന ഒരു സഹായം അല്ലാഹു താങ്കൾക്ക് നൽകാനും വേണ്ടി. ഹുവല്ലദീ أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. സത്യവിശ്വാസികളുടെ വിശ്വാസത്തോടൊപ്പം വീണ്ടും വിശ്വാസം വർദ്ധിക്കുവാനായി അവരുടെ ഹൃദയങ്ങളിൽ സമാധാനമിറക്കി കൊടുത്തവനാണത്രേ അവൻ. അല്ലാഹുവിന് ആകാശങ്ങളിലെയും ഭൂമിയിലെയും സൈന്യങ്ങളുണ്ട്. അല്ലാഹു സർവജ്ഞനും മഹായുക്തിമാനുമാകുന്നു. ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما. സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ അവരതിൽ ശാശ്വതവാസികളായിക്കൊണ്ട് അവൻ പ്രവേശിപ്പിക്കാൻ വേണ്ടിയും അവരുടെ തിന്മകളെ അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയുമാണ്. അത് അല്ലാഹുവിൽ മഹത്തായ ഭാഗ്യമാകുന്നു. ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا. അല്ലാഹുവിനെക്കുറിച്ച് തെറ്റായ ധാരണ വെച്ചുകൊണ്ടിരിക്കുന്ന കപട വിശ്വാസികളെയും വിശ്വാസിനികളെയും ബഹുദൈവ വിശ്വാസികളെയും ബഹുദൈവ വിശ്വാസിനികളെയും അവൻ ശിക്ഷിക്കാൻ വേണ്ടി കൂടിയാണിത്. അവരുടെ മേൽ തിന്മയുടെ വലയമുണ്ട്. അല്ലാഹു അവരുടെ മേൽ കോപിക്കുകയും അവരെ ശപിക്കുകയും അവർക്ക് നരകം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും മോശമായ മടക്ക സ്ഥലമാണത്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ് വകാന അല്ലാഹു അസീസൻ ഹകീമാ. ആകാശങ്ങളിലെയും ഭൂമിയിലെയും സൈന്യങ്ങൾ അല്ലാഹുവിനുണ്ട്. അല്ലാഹു അജയ്യനും യുക്തിമാനുമാകുന്നു. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. നബിയെ, തീർച്ചയായും താങ്കളെ നാം ഒരു സാക്ഷിയും സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായി അയച്ചിരിക്കുന്നു. لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കാനും അവനെ സഹായിക്കുകയും വന്ദിക്കുകയും ചെയ്യാനും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവന് തസ്ബീഹ് ചൊല്ലുവാനും വേണ്ടി. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ യദുല്ലാഹി ഫൗഖ ഐദീഹിം ഫമൻ നകത ഫഇന്നമാ
ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. തീർച്ചയായും താങ്കളോട് പ്രതിജ്ഞ ചെയ്യുന്നവർ അള്ളാഹുവിനോടാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. അള്ളാഹു അവരുടെ പ്രതിജ്ഞ നല്ലതുപോലെ കാണുന്നവനാണ്. അതിനാൽ ആരെങ്കിലും ആ പ്രതിജ്ഞ ലംഘിച്ചാൽ അവൻ തനിക്കെതിരായി തന്നെയാണത് ലംഘിക്കുന്നത്. അള്ളാഹുവുമായി ഉടമ്പടി ചെയ്തതിനെ ആര് നിറവേറ്റിയോ അവന് മഹത്തായ പ്രതിഫലം അവൻ നൽകുന്നതാണ്. سيقول لك المخلفون من الأعراب شغلتنا أموالنا وأهلنا فاستغفر لنا يقولون بألسنتهم ما ليس في قلوبهم قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا. ഗ്രാമീണ അറബികളിൽ നിന്ന് പിന്നോക്കം നിന്നവർ താങ്കളോട് പിന്നീട് പറയും, ഞങ്ങളുടെ സ്വത്തുക്കളും കുടുംബങ്ങളും ഞങ്ങളെ ജോലി തിരക്കിലാക്കിയതാണ്. അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. ഹൃദയങ്ങളിലില്ലാത്ത കാര്യം അവർ തങ്ങളുടെ നാവുകൾ കൊണ്ട് പറയുകയാണ്. താങ്കൾ പറയുക, എന്നാൽ അള്ളാഹു നിങ്ങളിൽ വല്ല തിന്മ ഉദ്ദേശിക്കുകയോ അവൻ നിങ്ങളിൽ വല്ല നന്മ ഉദ്ദേശിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൽ നിന്ന് വല്ലതും തടയാൻ കഴിവുള്ളവനാരാണ്? മാത്രമല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. بل ظننتم أن لن ينقلب الرسول والمؤمنون إلى أهليهم أبدا وزين ذلك في قلوبكم وظننتم ظن السوء وكنتم قوما بورا. അതിനും പുറമെ റസൂലും സത്യവിശ്വാസികളും അവരുടെ കുടുംബങ്ങളിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചു. അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭംഗിയായി തോന്നിക്കപ്പെടുകയും ചെയ്തു. നിങ്ങൾ തെറ്റായ ധാരണയാണ് ധരിച്ചത്. നിങ്ങൾ നാശമടയുന്ന ഒരു ജനതയാകുന്നു. ومن لم يؤمن بالله ورسوله فإنا أعتدنا للكافرين سعيرا. അള്ളാഹുവിലും അവന്റെ ദൂതരിലും ആര് വിശ്വസിക്കുന്നില്ലയോ ആ സത്യനിഷേധികൾക്ക് തീർച്ചയായും ജ്വലിക്കുന്ന അഗ്നി നാം ഒരുക്കി വെച്ചിരിക്കുന്നു. وَلِلَّهِ مُلْكُ السَّمَاوَاتِ وَالْأَرْضِ يَغْفِرُ لِمَن يَشَاءُ وَيُعَذِّبُ مَن يَشَاءُ وَكَانَ اللَّهُ غَفُورًا رَّحِيمًا. ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. سيقول المخلفون إذا انطلقتم إلى مغانم لتأخذوها ذرونا نتبعكم يريدون أن يبدلوا كلام الله قل لن تتبعونا كذلكم قال الله من قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون إلا قليلا. നിങ്ങൾ ഗനീമത്ത് സ്വത്തുക്കളിലേക്ക് അവ എടുക്കാനായി പോകുന്ന സമയം ആ പിന്നോക്കം നിന്നവർ പറഞ്ഞേക്കും, നിങ്ങൾ ഞങ്ങളെ വിട്ടേക്കുക, ഞങ്ങളെ തടയരുത്, ഞങ്ങൾ നിങ്ങളെ അനുഗമിക്കട്ടെ. അള്ളാഹുവിന്റെ വാക്കുകളെ മാറ്റാനാണ് അവരുദ്ദേശിക്കുന്നത്. താങ്കൾ പറയുക, നിങ്ങളെ ഞങ്ങൾ അനുഗമിക്കുകയില്ല തന്നെ, അഥവാ അനുഗമിക്കാവതല്ല. അള്ളാഹു മുമ്പ് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞേക്കും, പക്ഷേ നിങ്ങൾ ഞങ്ങളോട് അസൂയ കാണിക്കുകയാണ്. അല്ല, അവർ അല്പം മാത്രമേ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുള്ളൂ. قل للمخلفين من الأعراب ستدعون إلى قوم أولي بأس شديد تقاتلونهم أو يسلمون فإن تطيعوا يؤتكم الله أجرا حسنا وإن
تتولوا كما توليتم من قبل يعذبكم عذابا أليما. ഗ്രാമീണ അറബികളിൽ നിന്ന് പിന്നോക്കം നിന്നവരോട് താങ്കൾ പറയുക, ശക്തമായ സമരശേഷിയുള്ള ഒരു ജനതയുമായി ഏറ്റുമുട്ടാൻ പിന്നീട് നിങ്ങൾ ക്ഷണിക്കപ്പെടും. നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ അവർ കീഴടങ്ങണം. അപ്പോൾ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം അല്ലാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകും. മുമ്പ് പിന്തിരിഞ്ഞതുപോലെ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ അവൻ നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ നൽകുന്നതാണ്. ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار ومن يتولى يعذبه عذابا أليما. അന്ധന്റെയും മുടന്തന്റെയും രോഗിയുടെയും മേൽ കുറ്റമില്ല. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ആരെങ്കിലും അനുസരിച്ചാൽ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന സ്വർഗ്ഗങ്ങളിൽ അല്ലാഹു അവനെ പ്രവേശിപ്പിക്കും. ആരെങ്കിലും പിന്തിരിഞ്ഞാൽ വേദനാജനകമായ ശിക്ഷ അല്ലാഹു അവന് നൽകുകയും ചെയ്യും. لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് താങ്കളോട് ഉടമ്പടി ചെയ്യുമ്പോൾ ആ സത്യവിശ്വാസികളെക്കുറിച്ച് തീർച്ചയായും അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ അവർക്കവൻ മനസ്സമാധാനം ഇറക്കിക്കൊടുക്കുകയും ആസന്നമായ ഒരു വിജയം പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. ومغانم كثيرة يأخذونها وكان الله عزيزا حكيما. കൂടാതെ അവർ പിടിച്ചെടുക്കുന്ന വളരെ ഗനീമത്തുകളും അവൻ അവർക്ക് നൽകി. അല്ലാഹു അജയ്യനും യുക്തിമാനുമാകുന്നു. وعدكم الله مغانم كثيرة تأخذونها فعجل لكم هذه وكف أيدي الناس عنكم ولتكون آية للمؤمنين ويهديكم صراطا مستقيما. നിങ്ങൾ ഭാവിയിൽ പിടിച്ചെടുക്കുന്ന ഒരുപാട് അനീമത്തുകൾ അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇത് നിങ്ങൾക്കവൻ വേഗം കൈവരുത്തി തന്നതാണ്. ജനങ്ങളുടെ കൈകളെ നിങ്ങളിൽ നിന്നും അവൻ തടയുകയും ചെയ്തു. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാനും സത്യവിശ്വാസികൾക്ക് ഇതൊരു ദൃഷ്ടാന്തമായിരിക്കാനും നിങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കാനും കൂടിയാവുന്നു. ഇതെല്ലാം وأخرى لم تقدروا عليها قد أحاط الله بها وكان الله على كل شيء قديرا. മറ്റു ചില നേട്ടങ്ങളുണ്ട്. അവ നേടാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു അവയെ വലയം ചെയ്തിട്ടുണ്ട്. അല്ലാഹു സർവശക്തനാകുന്നു. ولو قاتلكم الذين كفروا لولوا الأدبار ثم لا يجدون وليا ولا نصيرا. ആ സത്യനിഷേധികൾ നിങ്ങളുമായി യുദ്ധം ചെയ്തിരുന്നെങ്കിൽ തന്നെ അവർ പിന്തിരിഞ്ഞോടുമായിരുന്നു. പിന്നീട് ഒരു രക്ഷകനെയും സഹായിയെയും അവർ കണ്ടെത്തുമായിരുന്നില്ല. سنة الله التي قد خلت من قبل ولن تجد لسنة الله تبديلا. മുമ്പ് മുതൽ നടന്നു വന്നിട്ടുള്ള അള്ളാഹുവിന്റെ സമ്പ്രദായം ആണിത്. അള്ളാഹുവിന്റെ സമ്പ്രദായത്തിന് യാതൊരു മാറ്റവും നിങ്ങൾ കാണുകയില്ല. وهو الذي كف أيديهم عنكم وأيديكم عنهم ببطن مكة من بعد أن أظفركم عليهم وكان الله بما تعملون بصيرا.
നിങ്ങൾക്ക് അവരുടെ മേൽ വിജയം നൽകിയതിനു ശേഷം മക്കയുടെ ഉള്ളിൽ വെച്ച് അവരുടെ കൈകളെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കൈകളെ അവരിൽ നിന്നും തടഞ്ഞു നിർത്തിയവനാണവൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് നല്ല പോലെ കാണുന്നവനാണല്ലാഹു. هم الذين كفروا وصدوكم عن المسجد الحرام والهدي معكوفا أن يبلغ محله ولولا رجال مؤمنون ونساء مؤمنات لم تعلموهم أن تطؤوهم فتصيبكم منهم معرة بغير علم ليدخل الله في رحمته من يشاء لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما. സത്യത്തെ നിഷേധിക്കുകയും മസ്ജിദുൽ ഹറമിൽ ആദരണീയ പള്ളിയിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്തവരാണവർ. ബലിമൃഗങ്ങൾ അവയുടെ നിശ്ചിത സ്ഥലത്തെത്തിച്ചേരുന്നതിന് മുടക്കം ചെയ്യപ്പെട്ട നിലയിൽ അതിനെയും അവർ തടഞ്ഞു. നിങ്ങളുടെ അറിവിൽപ്പെടാത്ത സത്യവിശ്വാസികളായ ചില പുരുഷന്മാരും സത്യവിശ്വാസിനികളായ ചില സ്ത്രീകളുമില്ലായിരുന്നെങ്കിൽ, അതായത് അവരെ നിങ്ങൾ അറിയാതെ ചവിട്ടി അപകടപ്പെടുത്തിയേക്കുകയും അങ്ങനെ അറിയാത്ത നിലയ്ക്ക് നിങ്ങൾ അവർ മൂലം എന്തെങ്കിലും ദോഷം തട്ടുകയും ചെയ്യുകയില്ലായിരുന്നെങ്കിൽ നാം യുദ്ധം തടയുമായിരുന്നില്ല. അല്ലാഹു ഉദ്ദേശിച്ചവരെ അവന്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ യുദ്ധം തടഞ്ഞത്. വേർതിരിഞ്ഞു നിന്നിരുന്നെങ്കിൽ അവരിൽ നിന്നുള്ള സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷ നാം നൽകുമായിരുന്നു. إذ جعل الذين كفروا في قلوبهم الحمية حمية الجاهلية فأنزل الله سكينته على رسوله وعلى المؤمنين وألزمهم كلمة التقوى وكانوا أحق بها وأهلها وكان الله بكل شيء عليما. ആ സത്യനിഷേധികൾ തങ്ങളുടെ ഹൃദയങ്ങളിൽ ദുരഭിമാനം, അജ്ഞാനകാലത്തിൻ ദുരഭിമാനം വെച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അങ്ങനെ തന്റെ ദൂതന്റെ മേലും സത്യവിശ്വാസികളുടെ മേലും അല്ലാഹു സമാധാനം ഇറക്കിക്കൊടുക്കുകയും സൂക്ഷ്മതയുടെ വാക്യം അവർക്ക് തെരഞ്ഞെടുത്തു കൊടുക്കുകയും ചെയ്തു. അവരതിന് കൂടുതൽ അർഹതയുള്ളവരും അതിന്റെ ആൾക്കാരുമായിരുന്നു താനും. അല്ലാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും ശരിക്കും അറിയുന്നവനാകുന്നു. لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا. അല്ലാഹു ഉദ്ദേശിച്ചുവെങ്കിൽ നിർഭയരായിക്കൊണ്ട് മസ്ജിദുൽ ഹറമിൽ തീർച്ചയായും നിങ്ങൾ പ്രവേശിക്കുമെന്ന സ്വപ്നത്തെ തന്റെ റസൂലിന് അല്ലാഹു സാക്ഷാത്കരിച്ചു കൊടുക്കുക തന്നെ ചെയ്തു. നിങ്ങൾ ആരെയും ഭയപ്പെടാത്ത നിലയിൽ തലമുടി കളയിക്കുന്നവരും വെട്ടിക്കുന്നവരുമായ സ്ഥിതിയിൽ, എന്നാൽ നിങ്ങൾക്കറിയില്ലായിരുന്ന ചില കാര്യങ്ങൾ അല്ലാഹുവിന് അറിയാമായിരുന്നു. അങ്ങനെ അതിനു മുമ്പ് ഒരു ആസന്ന വിജയം നിങ്ങൾക്ക് അവൻ കൈവരുത്തിയിരുന്നു. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. സന്മാർഗത്തോടെയും സത്യമതത്തോടെയും തന്റെ ദൂതനെ അയച്ചത് അവനാണ്. എല്ലാ മതങ്ങളെക്കാളും അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി അതിന് സാക്ഷിയായി അല്ലാഹു തന്നെ മതി. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും
تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതരാണ്. നബിയോടൊപ്പമുള്ളവരാകട്ടെ സത്യനിഷേധികളുടെ മേൽ കഠിനന്മാരാണ്. അന്യോന്യം ദയാശീലരുമാണ്. റുക്കൂഉം സുജൂദും ചെയ്യുന്നവരായി, നിസ്കരിക്കുന്നവരായി അവരെ നിങ്ങൾക്ക് കാണാം. അവർ അള്ളാഹുവിൽ നിന്ന് പ്രീതിയും പ്രതിഫലവും ആഗ്രഹിക്കുന്നു. സുജൂദിന്റെ ഫലമായി സിദ്ധിച്ച അടയാളം അവരുടെ മുഖങ്ങളിലുണ്ട്. തൗറാത്തിൽ വർണ്ണിച്ച അവരുടെ ഉപമ അതാകുന്നു. ഇഞ്ചീലിൽ അവരുടെ ഉപമ ഒരു കൃഷി പോലെയാണ്. അതിന്റെ കൂമ്പ് സൂചിമുള. അത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ടതിനെ ചിനച്ച് ശക്തിപ്പെടുത്തി അങ്ങനെ അത് തടിച്ചു കനം കൂടി. എന്നിട്ട് കൃഷിക്കാരെ ആശ്ചര്യപ്പെടുത്തുമാറ് അതിന്റെ തണ്ടുകളിൽ അത് ശരിയായി നിന്നു. സത്യനിഷേധികൾക്ക് അവർ മൂലം കോപം ജനിപ്പിക്കാനായിട്ടാണ് അവരെ ഇങ്ങനെ ഉപമിച്ചത്. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും കൈക്കൊണ്ടിട്ടുള്ള അവർക്ക് അല്ലാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു.